Hey guys, welcome back to my channel. അപ്പോൾ ഈ ഞാൻ അങ്ങനെയൊക്കെ കുറേ കളിയുണ്ട്. പിന്നീട് ഒരു മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ട്, അതൊന്ന് ക്ഷമിക്കണം. എനിക്ക് സ്റ്റെക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇന്നലെ ഇതിൽ 2 തരം സൗണ്ടുകൾ കേട്ടിട്ടുണ്ടാവും. ആ സംഭവം വെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്യേണ്ട ഒരു പ്രശ്നം ഉണ്ടായതാണ്. കുഴപ്പമില്ല, ഇന്നത്തെ വീഡിയോ പൊളിയാക്കി നമുക്ക് വരുത്താം. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ അക്കൗണ്ട് കേട്ടോ. പിന്നെ റയർ അക്കൗണ്ടൊന്നുമല്ല, ചെറിയൊരു നല്ലൊരു അക്കൗണ്ടൊക്കെ വേണമെന്ന് വിചാരിക്കാം. അങ്ങനെയൊക്കെ. പിന്നീട് ഗൈസ്, നിങ്ങൾ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബൊക്കെ അടിക്കണം കേട്ടോ. ഞാൻ നമുക്ക് എത്ര നാളെയെന്ന് അറിയില്ല, എന്നാലും അടിക്കണം കേട്ടോ നിങ്ങളൊക്കെ. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് ചെറിയൊരു ലാഗ് ഇഷ്യൂ, നെറ്റ് ഇഷ്യൂ ഇതൊക്കെ ഉണ്ടാവും, അതൊന്ന് ക്ഷമിക്കണം കേട്ടോ. ലെങ്ത്ത് കൂടുതലല്ല, അതെന്നെ അമ്മച്ചിയാണ് കേട്ടോ. അതെന്തിട്ടാ ഫുഡ് കഴിക്കാൻ വിളിച്ചതാണ്. പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് പോകണമെന്നാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ടൊരു സി എസ് സ്റ്റാർട്ട് ചെയ്യാം. നാളെ വേണമെങ്കിൽ നമുക്ക് 2 കളി കളിക്കാം. പിന്നീട് ഒരു 2 ഇവൻറ്റ് വന്നിട്ടുണ്ട്. ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട്, ഒരു റിമോട്ടാണ്. എൻ്റെ കൂട്ടുകാരിട്ടാണ് റിമോട്ടാണ്. ഈ കണ്ടുണ്ടോ, ഒരു സ്കൂട്ടർ റിമോട്ട് എന്നാണ് ഈ പറഞ്ഞത്. ആ സ്കൂട്ടർ റിമോട്ട് കളിക്കണേ. അപ്പോൾ ഈ നമുക്ക് കളിക്ക് എടുക്കാം. അതൊക്കെ എനിക്ക് എടുക്കാം. നാളെ നമുക്ക് നോക്കട്ടെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഗ്ലൂവാളാണ് മേടിയെടുക്കണത്. ചെറിയൊരു ലാഗും നെറ്റ് ഇഷ്യൂ പിന്നെ സ്റ്റെക്കും ഉണ്ട് കേട്ടോ. അത് അപ്പോൾ എനിക്ക് പ്രാന്ത് പിടിച്ചിട്ട് കളിച്ചാൽ ഞാൻ എങ്ങനെയൊക്കെയോ കളിച്ചാട്ടോ ഞാൻ പുയ്യൊക്കെ അടിച്ചത്. ഞാൻ വേറൊരു റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഫുൾ സ്റ്റെക്കാണ്. ഇതിൽ ലാഗ് അടിച്ച കാരണം എൻ്റെ ചേട്ടൻ എൻ്റെ കൂട്ടാനാണ് കേട്ടോ കളിച്ചത്. നല്ലോണം കളിച്ചത് എൻ്റെ ചേട്ടനും ആണ്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും ആണ് കേട്ടോ കളിച്ചത്. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഗൈസ്, നാളെ നമുക്ക് വേണമെങ്കിൽ റോബ്ലോക്സ് കളിക്കാം കേട്ടോ. അതിൽ നമുക്ക് ഏതാണ് ചേട്ടായി കളി, എന്താണ് ചേട്ടായി കളി? ഗുരായൻ ഗാർഡനാണ് കേട്ടോ കളിക്കണം നമ്മൾ. അത് നല്ല കളിയൊക്കെ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഞാൻ കളിച്ചിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ നല്ല കളിയൊക്കെയാണ്. പക്ഷേ എനിക്കിത് സ്റ്റെക്കായതുകൊണ്ട് എനിക്ക് ദേഷ്യം വലിയ കൊണ്ടായിരുന്നു. അപ്പോൾ ആ കളി കളിച്ച് കഴിഞ്ഞാൽ ഇത് വെടിവെക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് നാളെ റോബ്ലോക്സ് കയറാം. പിന്നീട് എന്തിട്ടാ നിങ്ങൾ പറഞ്ഞ ഒരു കമൻറ്റ് ഇടുക ഗൈസ്. കമൻറ്റ് ഇട്, നിങ്ങൾ ഏത് കളി കളിക്കണം. ഞാൻ ആ കളി കളിച്ചിട്ട്, ഞാൻ മൊബൈൽ പ്ലെയറാണ് കേട്ടോ. പിന്നെന്താ, അങ്ങനെയൊക്കെ. പിന്നെ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുറേ പേര് ഈ പടിനടിച്ച് കണ്ടുണ്ടാവും. ആ സംഭവം സംസാരിച്ച് സമയം പോയി, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ഞാൻ നേരെ വന്നിട്ട് കഫ്റ്റാനൊക്കെ അവൻ്റെ നിന്ന് അടിച്ച് മാറ്റി ഇപ്പം എൻ്റെ സ്റ്റേക്ക് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് കേട്ടോ. എന്നിട്ട് എൻ്റെ കില്ലൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മറ്റവൻ്റെ കില്ലൊക്കെ എടുത്ത് ഫിനിഷ് ചെയ്ത് സന്തോഷിച്ച് വന്നതായിരുന്നു. പണി പായമ്പളത്ത് കിട്ടിയിട്ടുണ്ട്. സംഭവം അടുത്തയിൽ ഞാൻ തോറ്റു. ആ കളി പൊട്ടിയിട്ടുണ്ടായിരുന്നു, നൈസായിട്ട് പൊട്ടിയാനെ. പക്ഷേ ജസ്റ്റ് മിസ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കൂട്ടുകാരുള്ളത് കൊണ്ട് ജസ്റ്റ് മിസ് തോറ്റില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലാണ് സ്റ്റെക്കും ആയിട്ട് കേട്ടോ. ഈ കളിയാണ്. അപ്പോൾ ഞാൻ നേരെ കറ്റാനൊക്കെ എടുത്തൊരു ചേട്ടൻ്റെ ഗണ്ണില്ലായിരുന്നു, അത് എൻ്റെ കൂട്ടുകാരന് കൊടുത്തു. ആ ഗണ്ണ് AK-47. അപ്പോൾ ആ കളിയിൽ എനിക്ക് മെയിനായി കളിക്കണ കളി എന്ന് വെച്ചാൽ ഈ കളിയായിരുന്നു ചെറുതായിട്ട്. പിന്നീട് നേരെ ഞാൻ കളി എടുക്കാൻ പോയി. പിന്നെ ഇവരൊക്കെ ഗണ്ണൊക്കെ വേണമെന്നൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, വേണ്ടറ കുഴപ്പമില്ലടാ, അവിടെ ഇരുന്നോട്ടറ എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ഇത് മാറി. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ സ്കാനർ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ ഗൈസ്. സ്കാനർ നേരത്തെ ഇട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഏതൊക്കെ സ്ഥലത്ത് എനിമീസ് ഉണ്ടെന്ന്. ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഹൈഡ് ചെയ്ത് അവനെ അടിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ സ്നൈപ്പ് ചെയ്ത് നോക്കി, പക്ഷെ അവൻ അവിടെ കാണില്ല. അവൻ ചാടി വിചാരിച്ചിട്ട് ഞാൻ ഈ വിൻഡോയുടെ കൂടെ ചാടിയതാണ്. നോക്കിക്കോട്ടെ, ഞാൻ നേരെ ചാടാൻ പോകും, വിൻഡോയുടെ കൂടെ ചാടാൻ പോകും. പിന്നെ എന്താ, പിന്നെ ഗൈസ് നാളെ ഞാൻ വേണമെങ്കിൽ വീഡിയോ ഇട്ട് നോക്കാം ഗൈസ്. പിന്നെ എന്നിട്ട് ഇപ്പോഴാണ് സ്കാനർ ഇട്ടോ. എന്നിട്ട് ഇവനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ സ്റ്റെക്കായി, അപ്പോഴേക്കും സ്റ്റെക്കായി. അപ്പം ചേട്ടൻ പറഞ്ഞിട്ട് ഓർഡർ മാറാ, ഞാൻ പോകുമ്പോട്ടിറങ്ങാന്ന്. അപ്പം ഞാൻ നിനക്ക് പ്രാന്താണാടാ പോട്ടാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പ്രാന്തൊന്നുമില്ലടാ, നിനക്കാ പ്രാന്തെന്ന്. അത് അങ്ങനെ എൻ്റെ ചേട്ടനൊക്കെ കുസൃതിക്കാരനാണ് കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ്. പിന്നെ അവൻ ചത്തു എന്ന് വെച്ചാൽ മേളിലും താഴെയും എനിമി ഉണ്ടായിരുന്നു. അവൻ എനിച്ചത് എന്നെ റിവൈവ് ചെയ്തു, അവൻ ചത്തു. അതൊരു കോമഡി ആയിരുന്നു കേട്ടോ. നോക്കിക്കോട്ടെ, നല്ലൊരു കോമഡിയാണ് ഇവിടെ ഉള്ളത്. എന്നെ രക്ഷിച്ചു. എന്നിട്ട് അവൻ അങ്ങോട്ട് പോയതാ.
നേരെ വീണ് ചത്ത്. എന്നിട്ട് അപ്പോഴേക്കും എൻ്റെ സ്റ്റക്കായിട്ടാ. ഞാൻ മെഡ് അടിക്കാൻ വേണ്ടി നിന്നാ. അപ്പോൾ ഞാൻ അവനോട് എടാ അങ്ങോട്ട് പോകില്ലടാ സോൺ അടിക്കണ്ടടാ എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകില്ലെന്ന് അവൻ കേട്ടില്ല. എന്നിട്ട് അങ്ങോട്ട് തന്നെ പോയി ഞാൻ കണ്ടു സോണിൽ പെട്ട് ചത്ത് കേസ്. എന്നിട്ട് അവരൊരാൾ AFK നിൽക്കണം. അപ്പം ഞാൻ അവൻ ഇത് എൻ്റെ കൂട്ടുകാരെന്ന് വിരിച്ച് അങ്ങോട്ട് പോയതാ. നേരെ ഞാൻ ചാവാൻ പോയി. ജസ്റ്റ് മിസ് കേസ് എൻ്റെ കൂട്ടുകാരൻ കണ്ടുപിടിച്ചു. ഇതല്ല എൻ്റെ കൂട്ടുകാരൻ, വേറെയാണതേ. ഇപ്പം പേരണിച്ച ഇതാണ്. പേരൊന്നും ഞാൻ പറയത്തില്ല. അവൻ്റെ പേര് ഞാൻ റിയൽ പേരൊന്നും പറയില്ല. ഇന്നപ്പോൾ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അവൻ ക്ലാസ്സിലൊന്നും വന്നിട്ടുണ്ടായില്ല കേട്ടോ കേസ്. അത് എന്തൊരു അവന് ബസ് ഉണ്ടായില്ല. പിന്നെയാണ് എന്താ കേസ്. അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വീഡിയോക്ക് നേരെ കാണാം കേട്ടോ. നമുക്ക് ഇനി വർത്താനൊക്കെ പിന്നെ പറയാം. നാളെ ബ്ലോക്സ് റൂട്ടിൽ പറയാം കേട്ടോ. ബ്ലോക്സ് റൂട്ട് അല്ലല്ലോ, ഗ്രോയിൻ ഗാർഡൻ. ബ്ലോക്സ് റൂട്ടൊക്കെ കളിക്കാറുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ അത് വേറെ കാര്യം. ബ്ലോക്സ് റൂട്ട് കളിക്കാറുണ്ട്, ഗ്രോയിൻ ഗാർഡൻ കളിക്കാറുണ്ട് കേട്ടോ. മെയിനായി കളിക്കുന്നത് ബ്ലോക്സ് റൂട്ടും ഗ്രോയിൻ ഗാർഡനാണ് കേട്ടോ. രണ്ടും കളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് അത്രയുള്ള നമുക്ക് വീഡിയോ നേരെ കാണാൻ പോകാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ നേരെ ചേറി അവിടെ സ്കാനറൊക്കെ ഇട്ട് നേരെ അവനെ കണ്ടതും അടിക്കാൻ പോയതാണ്. അതെന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. ഞാൻ പിന്നെ ബെഡ് വെച്ചതും ബാക്കിൽ നിന്നൊക്കെ അടി കിട്ടി. എവിടെ നിന്നൊക്കെയാന്ന് നോക്കിയപ്പോൾ അവിടെ നിന്ന് താഴ്ന്നു 3 പേരുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഫ്രണ്ട്സിനോട് എടാ അവിടെ ഉണ്ടറാ ഓർഡറാ അവിടെ നിന്ന് ഉണ്ടറാ 3 പേരുണ്ടറാ അവിടെ എന്ന് പറഞ്ഞത്. അവന്മാർ കേട്ടില്ല കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് തെറ്റു. ചേട്ടനാണെങ്കിൽ ഒരാളെ ഡാമേജ് ഫുള്ളായി ഇതാക്കി. പിന്നീട് അവൻ്റെ ബാക്കിൽ ചേട്ടൻ്റെ ബാക്കിലുണ്ടായിരുന്നു എനിമി. പിന്നെ ഇവൻ്റെ ഇവൻ ചത്തു, എൻ്റെ ചേട്ടൻ ചത്തു. പിന്നെ ഇവനോടി. ഇവൻ ഒരു മണ്ടറാണ്. കാരണം ഇവൻ മര്യാദയ്ക്ക് കളിക്കണില്ല. ഞാൻ നോക്കുമ്പോൾ ഇവൻ എന്തിട്ടൊരു ന്യൂബ് കളി പോലെ കളിക്കണം. പിന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം ഒന്നും അടിക്കാൻ തോന്നി കേട്ടോ. അങ്ങനെയൊക്കെ. പിന്നെ ഇവൻ നേരെ കയറി അവനടിച്ചു. അപ്പം മേളത്തെ ഒരു എനിമി ഉണ്ട്. മേളൊരു എനിമി താഴേക്ക് ചാടി കേട്ടോ. അപ്പോഴേക്കും താഴേക്ക് ചാടി. അത് എന്ന് വെച്ചാൽ അവൻ അടിച്ചിട്ട എനിമിയായിരുന്നു താഴേക്ക് ചാടി. എന്നിട്ട് അവൻ ചാടി. എന്നിട്ട് അവന് ഡാം കുറച്ച് കൊടുത്തുള്ളൂ. അപ്പോഴേക്ക് ഇവന് കൊന്നു. അത് MP5 കൊണ്ടാണ് കേട്ടോ. MP5 കൊണ്ട് എൻ്റെ അമ്മേ. അത് MP5-2 ആണ് കേട്ടോ അതിൻ്റെ ഇത്. പിന്നെ ഞാൻ M8 എടുത്തു. എനിക്ക് ദേഷ്യം വന്നു M8 എടുത്തു. നേരെ M8 എടുത്തിട്ട് എൻ്റെ പവർ വീണ്ടും എടുത്തു. പിന്നീട് ഈ കളിയിൽ എനിക്ക് സ്റ്റെക്കിൻ്റെ ചെറുതായിട്ട് പ്രോബ്ലം ഉണ്ടായുള്ളൂ. പിന്നെന്താ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കളി സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ടായിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ നമ്മൾ കളി സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് നേരെ ഇത് കൂടെ പോവായിരുന്നു. എന്നിട്ട് ഞാൻ ഇത് കൂടെ പോയപ്പോൾ ഞാൻ പേടിച്ചു ഇവിടെ എനിമി ഉണ്ടാവുമോ എന്നെ കൊല്ലുമോ എന്നൊക്കെ. എന്നിട്ട് ഇങ്ങനെ ഹൈഡ് ചെയ്ത് പോയപ്പോഴാണ് എൻ്റെ തൊട്ട് നേരെ ഒരു എനിമി ഉണ്ട്. വേറെ ആൾ അങ്ങോട്ട് സ്കാനർ ഇട്ടു. എന്നിട്ട് എൻ്റെ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ കൊന്നിട്ടാണ് ചേട്ടൻ വന്നത്. എന്നിട്ട് ചേട്ടൻ എനിക്ക് റിവൈവ് ചെയ്യാൻ പറ്റിയ സാധനമായിട്ടൊക്കെ ഞാൻ ഇവനെ അടിച്ചു കൊന്നു. എന്നിട്ട് ഇവൻ റിവൈവ് ചെയ്യാൻ വേണ്ടി അവനെ ഇൻഫിനിറ്റി ഗ്ലൂവാളൊക്കെ ഇട്ട് അങ്ങനെ നീങ്ങലടാന്നൊക്കെ പറഞ്ഞ് അവളെ നിർത്തിപ്പിച്ചിട്ട് അവൻ ഫിനിഷ് ചെയ്തു. ഇമോട്ട് അടിക്കുന്നൊക്കെ വിചാരിച്ചതാണ്. അവൻ ഫിനിഷ് ചെയ്തു. എന്നിട്ട് ഇവൻ പുറത്തോട്ട് പോയി. എൻ്റെ ഫ്രണ്ടും ചത്തു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണമായിരുന്നു. പക്ഷെ ഞാൻ പോയില്ല. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യണ്ടായിരുന്നു. നാളെ നമുക്ക് ഫുൾ ടൈം വേണമെങ്കിൽ നോക്കാം. ഫ്രീ ഫയറും ഫുൾ ടൈം അല്ല, ഒരു 5-6 കളി കളിക്കാം ഫ്രീ ഫയർ. പിന്നെ പിന്നീട് ഒരു റോബ്ലോക്സും കളിക്കാം കേട്ടോ. അപ്പം നാളെ നമുക്ക് ഇമോട്ട് എടുക്കാൻ നോക്കാം. പിന്നീട് എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ചേട്ടൻ ചത്തു. പിന്നെ അവനെ അടിച്ചത് കണ്ടായിരുന്നു നിങ്ങൾ. അത് സ്റ്റെക്കോടാണ് കേട്ടോ ഞാൻ അടിച്ചത്, സ്റ്റെക്കോഡ്. പിന്നെ ചേട്ടൻ അടിച്ചു. എൻ്റെ അമ്മ അത് മാസമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ വന്നത് അവന് AW ആണെന്ന് പറഞ്ഞു. ഞാൻ AW വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ വേറെ ഒന്നും ഉണ്ടായില്ല. അവന് വീണ്ടും AW പറഞ്ഞപ്പോൾ എൻ്റെ ചേട്ടനെ വാങ്ങിച്ചു കൊടുത്തത്. അത്രയൊക്കെ ഉള്ളൂ. ഇനി കളി സ്റ്റാർട്ട് ചെയ്തിട്ട് സംസാരിക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഗൈസ് കളി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു വട്ടം കൂടിയും സ്റ്റാർട്ട് ചെയ്യട്ടെ. സ്റ്റാർട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ കാണണ്ടായിരുന്നു. സൈഡിലായിട്ട് ഫ്രണ്ട് എൻ്റെ കാണണ്ടായിരുന്നു. അവൻ കാണട്ടെ, എൻ്റെ കളി മാസമാവട്ടെ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് പട്ടിഷോ ഇറക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ പാളിപ്പഴത്തിന് കിട്ടിയാണ് ഇപ്പോൾ ഗൈസ് എനിക്ക്. ഞാൻ ഒരാളെ ഡാം അടിച്ചത് വെച്ചാൽ ഞാൻ സ്കാനറൊക്കെ ഇട്ടു. നമ്മുടെ സ്കാനറൊക്കെ ഇട്ടിട്ട് നേരിട്ട് പോയത് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ഒരാൾ പോയതാണ് കേട്ടോ. എനിക്ക് അപ്പോഴും സ്റ്റെക്ക് ഉണ്ടായിരുന്നു. സ്കാനറൊക്കെ ഇട്ട് പോയപ്പോൾ സ്റ്റെക്ക് ഉണ്ടായത്. എന്നിട്ട് കുറച്ച് ടൈം കൊടുത്തതായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് ചത്തു.
അപ്പോൾ അവൻ ടെലിപ്പോർട്ടായി എൻ്റെ ബാക്കിൽ വന്ന് ഞാൻ കണ്ടതാണ്. അവിടെ ടെലിപ്പോർട്ടർ വെച്ചതെന്ന് ഞാൻ കണ്ടതാണ്. അവനെ വന്നിട്ട് MP5 കൊണ്ട് നേരെ 3 ഇതാണ് കേട്ടോ, നിങ്ങൾ കാണണ്ടാവും. 3 ഇതാണ് ഇതിൻ്റെ ലെവല്, MP5ൻ്റെ ലെവല് കാണണ്ടോ. അത് കൊടുത്ത് നല്ലോണം അടിച്ചു. എന്നിട്ട് കളി അങ്ങനെ ചേട്ടൻ അടിച്ച് തീർത്ത് പോയി അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഗൈസ് ഈ ചേട്ടനാണ് ഇതിൽ മെയിനായിട്ട് കളി ജയിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു, അറിയത്തില്ല, നോക്കാം ഗൈസ്. അതെ ഗൈസ്.